ഇറാൻ ഭീഷണിയെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുർക്കിയിൽ നിന്നൊരു ചെറിയ അമേരിക്കൻ സൈനിക വിമാനത്തിൽ കയറി രഹസ്യമായി രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. നാറ്റോ യോഗത്തിൽ പങ്കെടുക്കാനാണ് തുർക്കി തലസ്ഥാനമായ അങ്കാരയിലേക്ക് ഖത്തർ നൽകിയ ബോയിംഗ് 74-78 വിമാനത്തിൽ ട്രംപ് പോയത്. എന്നാൽ ഇറാൻ ഭീഷണിയെ തുടർന്ന് അതേ വിമാനത്തിൽ തന്നെ മടങ്ങാതെ ട്രംപിനെ അമേരിക്കൻ നാവികസേനയുടെ C-32A എന്ന ചെറു വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇറാനും തുർക്കിയും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. കഴിഞ്ഞ ജൂലൈ 8 സംഭവം. എയർപോർട്ടിലെ കാറ്ററിംഗ് ട്രക്കിൽ കയറ്റിയാണ് ട്രംപിനെ C-32A വിമാനത്തിലേക്ക് മാറ്റിയത്. പിന്നാലെ വിമാനം ട്രംപുമായി ബ്രിട്ടനിലേക്ക് പറക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകരും മറ്റു ഉദ്യോഗസ്ഥരും അടങ്ങിയ വിമാനം ഇതിനുശേഷമാണ് തിരികെ എത്തിയത്. ട്രംപ് ഇതിൽ തന്നെയുണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കാനായിരുന്നു ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പഴയ വിമാനത്തിൽ തന്നെ തുടർന്നത്. ഇവരോട് വിമാനത്തിന്റെ ജനാല തുറക്കരുതെന്നും നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ട്രംപ് വലിയ വിമാനത്തിൽ നിന്ന് പുറത്തു വരുന്നതായുള്ള ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഖത്തർ സംഭാവന ചെയ്ത ബോയിംഗ് 74-78 വിമാനത്തിന്റെ ആദ്യ വിദേശയാത്രയായിരുന്നു തുർക്കിയിലേത്. കഴിഞ്ഞ വർഷമാണ് ഖത്തർ രാജകുടുംബം അമേരിക്കയ്ക്ക് വിമാനം സംഭാവന ചെയ്തത്. ഇതിനുശേഷം വിമാനം പുതുക്കിപ്പണിയുകയും ചെയ്തിരുന്നു. മിസൈൽ പ്രതിരോധം ഉൾപ്പെടെയുള്ള സുരക്ഷാ സവിശേഷതകൾ പുതിയ വിമാനത്തിൽ ഇല്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ രഹസ്യ ഓപ്പറേഷൻ സമയത്ത് ട്രംപിനൊപ്പമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് വിമാനത്തിന്റെ വിൻഡോ ഷേഡുകൾ താഴ്ത്തിയിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. തങ്ങൾക്കൊപ്പം ട്രംപ് ഉണ്ടെന്ന് കരുതിയാണ് അവർ യാത്ര ചെയ്തത്. ബ്രിട്ടനിൽ വിമാനമിറങ്ങിയപ്പോൾ ട്രംപ് സഞ്ചരിച്ച ചെറിയ സൈനിക വിമാനമാണ് ആദ്യം ലാൻഡ് ചെയ്തത്. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം എത്തിയ പഴയ എയർഫോഴ്സ് 1 വിമാനത്തിലൂടെയാണ് ട്രംപ് പുറത്തേക്ക് വന്നത്. ഈ മാറ്റം എങ്ങനെയാണ് നടന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുന്നു. വിമാനത്തിൽ നിന്നിറങ്ങിയ ട്രംപ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കൈവീശിയെങ്കിലും സംസാരിക്കാൻ തയ്യാറായില്ല. 2020 ഇറാൻ കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പകരമായി ട്രംപിനെ വധിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ അയച്ച വാടക കൊലയാളികൾ അമേരിക്കൻ മണ്ണിൽ ട്രംപിനെ ലക്ഷ്യമിടുന്നതായി FBI കണ്ടെത്തിയിട്ടുണ്ട്. അർഷാദ് ഷിക്കാരി എന്ന ഇറാൻ ഏജന്റ് ട്രംപിനെ വധിക്കാൻ പദ്ധതിയിട്ടതായും ഇതിനായി വലിയ തുക വാഗ്ദാനം ചെയ്തതായും അമേരിക്കൻ നീതിന്യായ വകുപ്പ് വെളിപ്പെടുത്തിയിരുന്നു. കൂടാതെ ആസിഫ് മർച്ചന്റ് എന്ന പാകിസ്ഥാൻ സ്വദേശിയും ഇറാനുമായി ചേർന്ന് ട്രംപിന്റെ വധശ്രമത്തിന് പദ്ധതിയിട്ടതായും വാർത്തകൾ ഉണ്ടായിരുന്നു. ട്രംപിനെ വധിക്കാൻ ഇറാൻ ഏജന്റായ ഫർഹാദ് ഷാക്കിരിയെ ചുമതലപ്പെടുത്തിയതായും ഇതിനായി വലിയ തുക വാഗ്ദാനം ചെയ്തതായും അമേരിക്കൻ നീതിന്യായ വകുപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ട്രംപിന് നേരെയുള്ള ഇറാൻ ഭീഷണി ഇപ്പോഴും തുടരുകയാണ്. ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ താൻ ഒന്നാമതാണെന്ന് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ സുരക്ഷയ്ക്കായി അത്യാധുനിക സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. റോബോട്ടിക് നായ്ക്കൾ, ഡ്രോണുകൾ, കൗണ്ടർ സ്നൈപ്പറുകൾ ടീമുകൾ എന്നിവയെ ട്രംപിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് തുർക്കി. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ട്രംപിന് ഇറാനിൽ നിന്ന് വധഭീഷണി അടക്കം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എല്ലാവരെയും കബളിപ്പിച്ച് രഹസ്യ നീക്കത്തിലൂടെ ട്രംപിനെ മറ്റൊരു വിമാനത്തിൽ ബ്രിട്ടനിലെത്തിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ 2000 അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റണും സമാന രീതിയിൽ യാത്ര ചെയ്തിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള യാത്രയിലാണ് ഔദ്യോഗിക വിമാനം ഒഴിവാക്കി ബിൽ ക്ലിന്റൺ മറ്റൊരു എക്സിക്യൂട്ടീവ് ജെറ്റിൽ യാത്ര ചെയ്തത്. USഉം ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ നീക്കം നടന്നത്. ട്രംപിന്റെ വിമാനത്തെ ലക്ഷ്യമിട്ട് ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണത്തിനോ വധശ്രമത്തിനോ ഉള്ള കൃത്യമായ സുരക്ഷാ സൂചനകൾ US ഇന്റലിജൻസിന് ലഭിച്ചതിനെ തുടർന്നാണ് അതീവ രഹസ്യമായി ഡെസിപ്ഷൻ ഓപ്പറേഷൻ നടത്തിയത്. അമേരിക്കയുടെ ശത്രുക്കളിൽ നിന്ന് പ്രസിഡന്റിന് കനത്ത ഭീഷണിയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ സ്റ്റീവൻ ചുങ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.